നമസ്കാരം. എല്ലാ കർഷക സുഹൃത്തുക്കളെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ചെറുകിട കർഷകർ നേരിടുന്ന ഏറ്റവും ദയനീയമായ ഒരു സ്ഥിതിയാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം എന്നുള്ളതും ഈ വീഡിയോയിൽ പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ആദ്യ അവസാനം വരെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇത് നമ്മളെ മരച്ചീനിയാണ്. നല്ല അടിപൊളി സംഭവമാണ്. മരച്ചീനി താഴ്ച വളരുന്നുണ്ട്. പക്ഷേ ഏത് നിമിഷവും ഈ മരച്ചീനി ഇല്ലാതാവാം. രാവിലെ നോക്കുമ്പോഴാണ് കാണുന്നത് മരച്ചീനി ഉണ്ടാവില്ല. അതിൻ്റെ അടിവേര് പോലും പിഴുതെടുത്തുകൊണ്ടാണ് ആ ഒരു ആക്രമണം ഇവിടെ ഉണ്ടാകുന്നത്. അതാണ് രാത്രിയിൽ ഒരു സംഘം ചേർന്നാണ് അവർ വരുന്നത്. അപ്പോൾ സംഘം ചേർന്ന് വരുന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തോന്നിക്കണം ഇത് കുറുവ സങ്കേതമാണ്. ഇത് കുറുവ സംഘമൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ മാളങ്ങളിൽ താമസിക്കുന്ന മുള്ളംപന്നി എന്ന സംഘമാണ്. ആ സംഘമാണ് വന്നിട്ട് ഇവിടെ നശിപ്പിക്കുന്നത്. അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളത് ഇപ്പോൾ ഞാനിവിടെ ഒരുപാട് കണ്ണീരൊഴുക്കേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. കാരണം തെങ്ങ് തൈ പോലും നിമിഷ നേരം കൊണ്ടാണ് അവർ വേരോടെ പിഴുതെറിയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തത്, എൻ്റെ സുഹൃത്തുക്കളും സംസാരിച്ചതിന് ശേഷം ഇവിടെ ഈ മരച്ചീനിയുടെ 4 വശത്തും പ്ലാസ്റ്റിക് സിമൻറ്റ് ബാഗ് ഇങ്ങനെ നിരത്തുക. അതിനുശേഷം കമ്പികൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. പിന്നെ മുള്ളുകൾ, ചില്ലകൾ ഇതൊക്കെ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഇത് ബാക്കിയായത്. പിന്നെ പൈനാപ്പിളുണ്ട് അങ്ങേ വശത്ത്. പൈനാപ്പിളിനും കുഴപ്പമൊന്നുമില്ല, അതിനെ ആക്രമിക്കുന്നില്ല. ഇത് വളരെ ഇതാണ് മരച്ചീനി. പിന്നെ ഇപ്പം നമ്മുടെ കൃഷി സമയമാണ്. കൃഷി തുടങ്ങേണ്ട സമയമായിക്കഴിഞ്ഞ് തണുപ്പ് കാലത്ത് ഇതുപോലത്തെ ബാഗിൽ ചപ്പും കരിയിലയും പിന്നെ വളവും മണ്ണുമിട്ട് വെണ്ട കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ സിമൻറ്റ് ബാഗിൽ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കരുത്. സിമൻറ്റ് ബാഗിൽ ചെയ്യാം. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളതാണ്. സിമൻറ്റ് ബാഗ് വെച്ചിട്ടാണ് ഇതിനെയും പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തതായി ഇത് വളരെ ഭംഗിയോടുകൂടി വളരുന്നുണ്ട്. മരച്ചീനി ഉണ്ട്. പിന്നെ ചോളമുണ്ട്. ചോളം 2-3 വളരുന്നുള്ളൂ, ബാക്കിയൊക്കെ നശിച്ചു പോയി. ഈ മരച്ചീനെ ഞാൻ എങ്ങനെ സംരക്ഷിച്ചു എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇതുപോലെ ഈ മരച്ചീനെ ഇങ്ങനെ പച്ച നെറ്റ് കെട്ടി ഇത് 4 വശത്തും നന്നായിട്ട് വേലി പോലെയാക്കി, ഇല്ലെങ്കിൽ പച്ച നെറ്റും അത് മുറിച്ച് ഉള്ളിൽ കയറുന്നുണ്ട്. വേലി പോലെയാക്കി വെച്ച് കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും ലോക്കലായിട്ട് നമ്മളെ വീട്ടിന് വേസ്റ്റ് സാധനങ്ങൾ മുഴുവൻ എടുത്ത് മരവും പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റും ഒക്കെ വെച്ച് ഇങ്ങനെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇത് ഒരു പ്രാവശ്യം നടന്ന അറ്റാക്കാണ് അവരുടെ മുള്ളംപന്നിയുടെ. അതിനുശേഷം പ്ലാസ്റ്റിക് ബാഗ് വെച്ചുകൊണ്ട് കുറച്ച് ബാക്കിയായി. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭംഗി നിമിഷ നേരം കൊണ്ടാണ് അവർ അടിച്ച് തകർക്കുന്നത്. ഇതിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്നുള്ളത് ഒരു ചെടി എനിക്കിവിടെ വളർത്താൻ പറ്റിയിട്ടുണ്ട്. ഈ ചെടി ഇതാണ്, വെള്ളപ്പൂവുണ്ടാകുന്ന ചെടിയാണ്. ഇതിന് രൂക്ഷമായ ഗന്ധമാണ്. അപ്പം ഇത് ഏത് ചെടിയെ ചുറ്റി നിൽക്കുന്ന അങ്ങോട്ടേക്ക് മുള്ളംപന്നി അടുക്കുന്നില്ല. അത് പരീക്ഷണം കൊണ്ട് ഞാൻ തെളിഞ്ഞു. എനിക്ക് ഇതിൻ്റെ വെള്ളപ്പൂവുണ്ടാവും. പൂവ് ഞാൻ കാണിച്ചു തരാം. പൂവിടുന്നുണ്ട്. ഇതാ വെള്ളപ്പൂവുണ്ടാകുന്ന ചെടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ വീട്ടിലുണ്ടാവും, എല്ലാ സ്ഥലത്തും ഇതുണ്ടാവും. അപ്പോൾ അത് ചുറ്റും ഈ വള്ളി പോലെ ഇങ്ങനെ വളർത്താൻ ശ്രമിക്കുക. ഇതാണ് മുള്ളംപന്നിക്ക് ഏറ്റവും പേടിയുള്ള ഒരു ചെടിയാണ്. ഗന്ധം നല്ല ഇതാണ്, മണമുണ്ട്, നല്ല തണ്ടിനും നല്ല രൂക്ഷമായ ഗന്ധമാണ്. പിന്നെ ഇലയ്ക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ മുള്ളംപന്നി അങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചെടിയെ വള്ളിയെ ഇങ്ങനെ വളർത്തി ഇതിന് ചുറ്റും വളർത്തിക്കൊണ്ട് വരുന്നത്. ഈ ഭംഗി ഇങ്ങനത്തെ നിലനിർത്തണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും എപ്പോഴാണ് വരിക, ഇതും അടിച്ച് മുറിച്ച് ഉള്ളിലേക്ക് കയറാൻ സാധ്യത കാണുന്നുണ്ട്. പിന്നെയും ഇങ്ങനെ ചെയ്തത് കൊണ്ട് കുറച്ച് സമയത്തേക്ക് നിന്ന്, ഇനിയിപ്പോൾ ഒരു 5-6 മാസം എടുത്തു കഴിഞ്ഞാൽ ഈ മരച്ചീനിയുടെ വിളവെടുക്കാം. ആ ചെടിയെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു പപ്പായ ചെടി ബാക്കിയായത് ആ വള്ളി ഇതിൻ്റെ മേലെ ചുറ്റി നിന്നതുകൊണ്ട് മാത്രമാണ്. ഇതിന് 4 വശത്തുള്ള പപ്പായ ചെടികൾ മുഴുവനും പോയി. ഈ ചെടിയെ മാത്രമേ എനിക്ക് ബാക്കിയായിട്ടുള്ളൂ. ഈ വള്ളി ഇപ്പം ഇനി ആവശ്യമില്ല, ആ സ്ട്രോങ് ആയി കഴിഞ്ഞ് ഇനി ഇപ്പം കാർന്ന് നിന്നാൻ പറ്റില്ല ഇതിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഞങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ കൃഷിസ്ഥലത്തെ സംരക്ഷിക്കുക. ഏത് വിധേനയെങ്കിലും ആ മുള്ളംപന്നിയെ കൊല്ലാനും പറ്റില്ല, അതിനെ
പിടിക്കാനും പറ്റില്ല. കാരണം ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 10 വർഷം ജയിൽ ശിക്ഷയും പിന്നെ പിഴയുമാണ് ഗവൺമെൻറ്. അപ്പോൾ അതിനെ കൊല്ലാനും പറ്റില്ല, അതിനെ പിടിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ നിന്ന് നമ്മളെ കൃഷികളെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ഒക്കെ ഉണ്ട്, കാത്തിരിക്കുക. താങ്ക് യു.